പരിചയമായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ സഹകരിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അതിൻ്റെ സന്തോഷം ഈ വേദിയിൽ പങ്കിടുകയാണ്. പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ സുഹൃത്തുക്കൾ അങ്ങേയറ്റത് എന്നെ സിനിമകളിൽ തുടക്ക സമയത്തൊക്കെ എന്നെ വണ്ടിയിൽ ചേസ് ചെയ്ത് സിനിമയിൽ എനിക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് ജോജു. ജോജു ഇപ്പോൾ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ട് വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വളർച്ചയിൽ തുടക്കം മുതലേ ആ വളർച്ച കണ്ട് ആ വളർച്ചയിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അടുത്ത സുഹൃത്തും കൂടെയാണ് സിനിമയിലും ജീവിതത്തിലും. അപ്പം അതുകൊണ്ട് തന്നെ ജോജു എന്ന മനുഷ്യനും ജോജു എന്ന അഭിനേതാവും ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു അവസരത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷവും അഭിമാനത്തോടും കൂടി ജോജു എന്ന നടനെയും ജോജു എന്ന മനുഷ്യനെയും ഈ വേദിയിൽ ആ സന്തോഷത്തിന്റെ ഭാഗമായിരുന്നു. നായാട്ട് എന്ന സിനിമയുടെ ഉജ്ജ്വല കഥാപാത്രമാണ് ജോജു ചെയ്തിരിക്കുന്നത്. മണിയൻ എന്ന കഥാപാത്രം അത് സാധാരണ പറയുന്ന പോലെ ജോജുവിന്റെ ആക്ടറിന്റെ കാലിബർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജോസഫിന് ശേഷം ഷാഹിയോടൊപ്പം വീണ്ടും ഒരു ചിത്രത്തിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം വ്യത്യസ്തത ഉണ്ടെന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ജോജു എന്ന അഭിനേതാവിന്റെ മറ്റൊരു തലവും കൂടെ നമ്മൾ നായാട്ടിലായിട്ട് കാണാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നിമിഷ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇടിപെട്ട് അഭിനേതാക്കളാണ്. അപ്പൊ ഇവരുടെ കൂടി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നൊരു വലിയൊരു കടമ്പയാണ്. അതുകൊണ്ടാണ് ഞാനാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അതിലിങ്ങനെ ചെയ്യിച്ചു എന്നല്ലോ വിചാരിച്ചിട്ട് ചിലപ്പോൾ മാറ്റം വേറെ രീതിയിൽ ഒരു അപ്പിയറൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. നിമിഷയുടെ കഥാപാത്രം ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്, സിവിൽ പോലീസ് ഓഫീസർ. അപ്പൊ ഞങ്ങളുടെ മൂന്നുപേരുടെയും ജീവിതത്തിൽ, ഞാനും ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്, ഞങ്ങളുടെ മൂന്നുപേരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് അത് ഏത് തരത്തിലാണ് സമൂഹത്തിനെയും അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥിതിയെയും അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതെങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഗൗരവമായ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. മാർട്ടിൻ എന്ന ഒരു ടെക്നീഷ്യൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം കുറച്ചുകൂടെ കളർഫുള്ളാണ്, കുറച്ചുകൂടെ എന്താ പറയുക ഒരു വേറൊരു തരത്തിൽ പാട്ടുകളും അങ്ങനത്തെ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു അറ്റയറും ക്യാരക്ടറൈസേഷൻസും കുറച്ച് വേണമെങ്കിൽ നമുക്കൊരു ഒരു ഫെയറി ടെയിൽ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 23 കൊല്ലത്തെ അഭിനയ ജീവിതത്തിനിടയ്ക്ക് പ്രവീൺ മൈക്കിൾ എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് ഏകദേശം ഒരു സിനിമയുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഏകദേശം ആ കഥ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ കഥ കാണുന്ന രീതിയിൽ സിനിമ കാണുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇത് വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ആ ഓർഡറിൽ അല്ലാതെ ഷഫിൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു 90% ആ കഥ എങ്ങനെയാണോ പറഞ്ഞു പോകുന്നത്, എടുത്തു പോകുന്നത്, ആ രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിഞ്ഞും അറിയാതെ പ്രവീൺ മൈക്കിൾ എന്ന കഥാപാത്രത്തിന്റെ തുടക്കവും അതിൻ്റെ ഒരു വളർച്ചയും അറിഞ്ഞും അറിയാതെ മനസ്സിലും ശരീരത്തിലും എല്ലാം കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു.
അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. അപ്പം അതിന് ആ ഒരു അനുഭവം തന്നതിനാണ് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ പുതിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചതിന് ഈ ഒരു ടീമിനോടാണ് എനിക്ക് നന്ദി പറയേണ്ടത്. എറണാകുളം, കോട്ടയത്തിനടുത്തുള്ള കോലഞ്ചേരി, മൂന്നാർ, കൊടൈക്കനാൽ ഈ ഭാഗത്തൊക്കെയാണ് ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളത്. കൂടുതലും രാത്രി സമയങ്ങളിലായിരുന്നു, നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ വളരെ ദുർഘടമായ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുന്നത്. സിംഗ് സൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ടുകളും നമ്മുടെ ശബ്ദത്തിൻ്റെ പല വ്യതിയാനങ്ങളും ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അവിടെയൊക്കെയാണ് ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഭിനേതാവ് എന്ന നിലയിൽ മാർട്ടിനോടൊപ്പം അഭിനയിക്കാനായിട്ട് സാധിക്കുക, ഈ ഒരു ടീമിനോടൊപ്പം, ഒരു കോർ ടീമിനോടൊപ്പം ഒരു നല്ലൊരു സിനിമ ചെയ്യാനായിട്ട് സാധിക്കുക, ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. തിയേറ്ററിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററുകളിൽ തന്നെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ക്രൂ ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ, തിയേറ്ററിൽ തന്നെ ചെന്ന് കാണാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ സെക്കൻഡ് ഷോസ് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സേഫ്റ്റി പ്രോട്ടോകോൾസ് തിയേറ്ററുകളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സേഫായിട്ട് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയം ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ടുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നായാട്ട് പോലൊരു സിനിമ, ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് ഉള്ളൊരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് അവിടെ ചെന്ന് തന്നെ നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വഴിയിൽ കാണാൻ പറ്റിയിരിക്കുന്നു. ജോജു പറയട്ടെ അല്ലേ? അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ചാക്കോച്ചൻ പറഞ്ഞു തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിലുപരി പ്രത്യേകിച്ച് സിനിമയെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം സിനിമ തീർച്ചയായിട്ടും സംവിധായകൻ്റെ കലയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നല്ല സിനിമകൾ നമുക്ക് ചെയ്യാൻ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ എല്ലാ ഏരിയയിലും ഭയങ്കര ടാലൻ്റായിട്ടുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിലുപരി കുറേ പണിയെടുത്തിട്ടാണ് ഈ സിനിമ, എനിക്ക് തോന്നുന്നു ജോസഫിൻ്റെ സമയത്ത് തന്നെയാണ് ഈ കഥ ഷാഹി പറഞ്ഞിട്ടുള്ളത്. അത് ഞാനാണെന്ന് മാഷിൻ്റെ അടുത്തോട്ട് ഈ കഥ ആദ്യം ഷാഹിനെ കൊണ്ട് കേൾപ്പിക്കുന്നത്. അപ്പം അന്ന് മുതൽ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ പല ഭാഷയിലും കണ്ടിട്ടുള്ള വലിയ സിനിമകൾ പോലെ തോന്നുന്ന തരത്തിലുള്ളൊരു ക്യാൻവാസുള്ള വലിയൊരു സിനിമയാണത്. ഒരിക്കലും അന്ന് എൻ്റെ മാർട്ടിൻ ഇതിൽ അഭിനയിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഈ പടത്തിൽ ഇതിൽ ഏതെങ്കിലും ചെറിയ വേഷം ചെയ്യുമെന്ന് അന്ന് ചിന്തിച്ചിരുന്നില്ല. അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കറങ്ങി തിരിഞ്ഞ ഭാഗ്യം അതിലെ ഒരു പ്രധാന കഥാപാത്രം എനിക്ക് കിട്ടി. ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ 132 കിലോയിൽ അഭിനയിച്ച ഒരു കഥാപാത്രമാണ് ആ പടത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും തടി വെച്ചിരുന്ന സമയം അതാണെന്ന് തോന്നുന്നു. പിന്നെ വല്ലാത്ത ഹോണ്ടിങ് ചെയ്യുന്ന സിനിമയായിരിക്കും നായാട്ട്. വൻ പടമാണ് അത്. നമ്മളിപ്പോൾ അഭിനയിച്ച പടത്തെ കുറിച്ചിട്ട് നമുക്ക് അത്ര ഉറപ്പില്ലാണ്ട് ഒരു വേദിയിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ അതൊരു വൻ പടമാണെന്ന് പറയാൻ ഒരു ചളുപ്പുണ്ടാകും. പക്ഷെ ഒരു ചളുപ്പില്ലാതെ ഞാൻ പറയാൻ ഇതൊരു വൻ സിനിമയാണ്. കാരണം അത്രയും ടാലൻസ് ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. മാർട്ടിൻ്റെ ഒപ്പം, മാർട്ടിൻ ചാർലി കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്ന സിനിമ, കുറേ സിനിമകൾ ചെയ്തില്ലെങ്കിലും ചെയ്യുന്നതിൽ ഒരു ഐഡന്റിറ്റി വേണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഇടുന്ന ഷർട്ടിൽ പോലും. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് വളരെയധികം ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റി. വലിയ ഒരുപാട് പ്രത്യേകതകളുള്ള കഥാപാത്രമാണ് മണിയൻ. ഇപ്പം ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ എൻ്റെ തുടക്കം മുതൽ എനിക്ക് ബന്ധമുള്ളത് പല പലരും പറഞ്ഞില്ല, കാശൊക്കെ കാണുന്നെന്ന്. എന്നെ വളരെ സ്നേഹത്തോടു കൂടി കരുതിയിരുന്ന അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്ന ചാക്കോച്ചനാണ്. അപ്പോൾ വളരെ സന്തോഷമാണ് ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ല സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ സീൻസൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഞങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പുറത്തുള്ള എല്ലാ ഫിലിം ഫെസ്റ്റിവലുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്ന് സിനിമകൾ പോയി നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ മലയാള സിനിമയുടെ ക്വാളിറ്റി പുറത്ത് പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വന്നിട്ട് കുറേ സിനിമകൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ല പേരുകൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൺസേൺഡ് ആണ് അവരുടെ പ്രൊജക്റ്റിനെ കുറിച്ച്.
അപ്പൊ നായാട്ട് പോലത്തെ ഒരു പടം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നല്ല, അത് ആ ക്വാളിറ്റി തന്നെ നമുക്ക് ഇന്നും അഭിമാനിക്കാവുന്ന. ഇതിലുള്ള എല്ലാവരും ഈ പടം കാണുമ്പോൾ ഈ പടത്തിന്റെ പ്രസ് മീറ്റ് ഞങ്ങൾ ഉണ്ടായിരുന്നു പറയാൻ ഓർക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഞാനും ഏപ്രിൽ 8 വേണ്ടി കാത്തിരിക്കുകയാണ് ആ പടം തിയേറ്ററിൽ വന്ന് എല്ലാവരും തിരിഞ്ഞെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോവിഡ് കാലത്ത് നമുക്ക് നല്ലൊരു സിനിമ ആസ്വദിക്കാം. താങ്ക് യു ചാക്കോച്ച, താങ്ക്സ്. ഉഷ താങ്ക്സ്, മാർട്ടിൻ താങ്ക്സ്, എല്ലാവരോടും നന്ദി. എല്ലാവർക്കും നമസ്കാരം. സോ എനിക്ക് തോന്നുന്നു രണ്ടുപേരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു സിനിമയെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സ് ആണെങ്കിലും 3 പേരുടെ ക്യാരക്ടേഴ്സ് എനിക്ക് പേഴ്സണലി തോന്നി, കാരണം 3 എക്സ്പ്ലോർ ചെയ്യാത്ത ക്യാരക്ടേഴ്സാണ് 3. ഞാനാണെങ്കിൽ പോലും സുനിത എന്നൊരു ക്യാരക്ടർ ഒട്ടും സംസാരിക്കാത്ത, പക്ഷേ ഒരു സിറ്റുവേഷൻ വന്ന ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ, നമ്മളെല്ലാവരിലും ഒരു മാറ്റം വരുന്നത് ഓരോരോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 ക്യാരക്ടേഴ്സിലും ആ ഒരു ഗ്രാഫ് ഉണ്ട്. നല്ലൊരു സിനിമയാണ്. ബ്രില്യൻ ടെക്നിക്കൽ ക്രൂവും നല്ല 2 ആക്ടേഴ്സും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിന്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു മാർട്ടിൻ ചേട്ടൻ, സുനിത എന്നൊരു ക്യാരക്ടർ, ഷാഹിക, സുനിത എന്നൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ പ്രവീണും മണിയൻ എന്നൊരു ക്യാരക്ടേഴ്സ് ഞങ്ങൾ 3 പേർക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അപ്രോച്ച് ചെയ്തതിൽ എല്ലാവരും സിനിമ കുടുംബത്തോടെ പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. വേറൊന്നും തോന്നരുത്, ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്, മറ്റൊന്നും കൊണ്ടല്ല. സിനിമ പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും അഭിപ്രായം പറയുക. എഴുതിയ സിനിമയെ കുറിച്ച് ഞാനെന്ത് പറയുമെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ലേ ഇത് ആക്ച്വലി. വേണമെങ്കിൽ ഒരു സർവൈവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഇതിലുള്ളൊരു ത്രില്ലറാണ്. ജോസഫെ വ്യത്യാസമൊന്നും ഇപ്പോൾ ജോജിൻ്റെ ക്യാരക്ടറാണെങ്കിൽ തന്നെ പേഴ്സണലി എനിക്ക് എൻ്റെ വ്യക്തിപരമാണല്ലോ, എനിക്ക് ജോസഫിനെ അഭിനയത്തെക്കാളും ജോജിൻ്റെ അഭിനയം വളരെ ഇഷ്ടപ്പെട്ട ഈ സിനിമയിലാണ്. സത്യസന്ധമായിട്ട് ഭയങ്കര മത്സരമായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഇതിൽ ഏറ്റവും ഭാരമേറിയ റോള് ജോജുവാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞു 132 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനല്ലേ ഇതില് ഓഫ് കോഴ്സ് ഒരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എന്നതിനേക്കാൾ ഉപരി അത് ആ കഥാപാത്രങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങി ചെല്ലുന്നു എന്നതിലാണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് ഡയലോഗ് കൂടുതൽ വേണം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ പ്രസൻസ് കൂടുതൽ വേണം, സ്ക്രീൻ സ്പേസ് കൂടുതൽ വേണം, അങ്ങനത്തെ രീതിയിൽ അങ്ങനത്തെ ഉള്ള വളരെ ബാലിശമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇതിലില്ലായിരുന്നു. പടം എത്രത്തോളം നന്നാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മത്സരം മാത്രമേ ഉണ്ടായിരുന്നിരിക്കുള്ളൂ. പക്ഷെ അതിൽ മത്സരത്തെക്കാൾ ഉപരി മറ്റൊരാൾ ആ കഥാപാത്രം എത്ര നന്നായി ചെയ്യണം എന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങളും ഒരു കറക്ഷൻസും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ടീം എഫേർട്ട് തന്നെയാണ്. കാരണം ഈ സിനിമ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് കഥ കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്തും അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കഥാപാത്രം എത്രത്തോളം നന്നാകുന്നു അത്രത്തോളം ആ സിനിമയും നന്നാവും, ഞങ്ങളുടെ കഥാപാത്രങ്ങളും നന്നാവും എന്നുള്ളൊരു തിരിച്ചറിവും മനസ്സിലാക്കലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് വരണം. അത് തിയേറ്ററിൽ തന്നെ വന്ന ആൾക്കാർ കാണണം, കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ തന്നെ വരണം എന്നുള്ളൊരു മത്സരബുദ്ധി ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അത്ര രഞ്ജേട്ടനുമായിട്ടും എല്ലാം വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് രാജു. സിനിമയെ പറ്റി വളരെ വ്യക്തമായ ധാരണകളും കാഴ്ചപ്പാടുകളും ഉള്ള ഒരു അഭിനേതാവും ഒരു ടെക്നീഷ്യനും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥയെപ്പറ്റി രാജുവിനെ അറിയാം, വ്യക്തമായിട്ട് അറിയാം. രാജു എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫസ്റ്റ് പോസ്റ്റർ റിവീൽ ചെയ്യുന്ന സമയത്തും എല്ലാം നായകനെ കുറിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളുമാണ് പറഞ്ഞത്. കാരണം ഇത് തിയേറ്ററിൽ തന്നെ വരണം, തിയേറ്ററിൽ തന്നെ വന്ന ആൾക്കാരെ കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് ഈ ചിത്രം വിജയിക്കും എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്ട്, ഒരു വാക്കുകളുമാണ് രാജുവിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കുകയും കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല സിനിമകൾ മലയാളത്തിൽ നിന്നുണ്ടാകും, അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളത് ഒരാളുടെ മാത്രം ആഗ്രഹമായിട്ട് നിൽക്കുന്നില്ല. ആസ് എൻ ഇൻഡസ്ട്രി ഹോൾ ടുഗദർ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ സിനിമ മാത്രം ഓടുക, മറ്റുള്ളവരുടെ സിനിമ അത്ര നന്നായിട്ട് ഓടണ്ട എന്നുള്ളത് മാറ്റി നിർത്തി ഇറങ്ങുന്ന സിനിമകൾ ഓടിയാൽ മാത്രമേ തങ്ങൾക്കും നിലനിൽപ്പുണ്ടാവൂ എന്നുള്ളൊരു തിരിച്ചറിവ് വളരെ വൈകിയാണെങ്കിൽ പോലും ചിലപ്പോൾ കോവിഡ് തന്നെ വേണ്ടി വന്നിരിക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ആ ഒരു രീതിയിൽ പോലും
ഇതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നല്ല സിനിമകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ജാവ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ അറിയപ്പെടുന്ന ടെക്നീഷ്യൻസോ അറിയപ്പെടുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സോ ബാനർ വാല്യൂ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തിയേറ്ററിൽ റെസ്പോൺസും റിവ്യൂസും കിട്ടിയ ഒരു സിനിമയാണ്. അപ്പം അത് തെളിയിക്കുന്നൊരു കാര്യം, സിനിമ നല്ലതാണെങ്കിൽ ഏത് സാഹചര്യമാണെങ്കിലും ഓടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല സിനിമകൾ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ആ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല എന്നുള്ളതാണ് ആ സിനിമയുടെ പുറത്തു നിന്നുമുള്ള രാജുവിനെ പോലെയുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വെൽക്കം ചേഞ്ച് തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് അത്. താങ്ക് യു ഫോർ ദാറ്റ്. എന്നെ ആക്ച്വലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ, ലൈക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടെ മാനറിസംസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ ഫോളോ ചെയ്തപ്പം കുറച്ചും കൂടി ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഷാഹിക ഫുൾ ടൈം സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം കുറേ കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരുമായിരുന്നു, ലൈക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ കുറച്ചും കൂടെ ഇതുവരെ കാണാത്തൊരു രീതിയിലുള്ള ഒരു ആക്ടിങ് പാറ്റേൺ പിടിക്കണം എന്ന് മാട്ടിന് നിർബന്ധമുണ്ടായിരുന്നു എന്നെക്കാൾ കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു പുരികത്തിൻ്റെ ചെറിയൊരു എന്താ പറയുക, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പറയും അത്രയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് നിർത്തിയാൽ മതി, അത്രയും സ്ട്രെയിൻ എടുക്കണ്ട, പുരികങ്ങൾക്ക് അത്രയും സ്ട്രെയിൻ കൊടുക്കണ്ട എന്ന് പറയുന്ന തരത്തിൽ പോലും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡീറ്റെയിലേക്ക് മാറ്റി ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അത് ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു വടംവലി സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പം സാധാരണ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർ ഒരു വടംവലിയുടെ ഇടയ്ക്ക് ഞാൻ ചെന്നുപെട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ടാവും. പക്ഷെ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എഫേർട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു വടംവലി സീക്വൻസിലാണ് ഷൂട്ട് ചെയ്തത്, കോമ്പറ്റീഷൻ ഇടയ്ക്കാണ് ഷൂട്ട് ചെയ്തത്. റിയൽ ആയിട്ടുള്ള ടീമുകൾക്കെതിരെയാണ് നമ്മൾ വടംവലി മത്സരം നടന്നത് കാര്യങ്ങളൊക്കെ. സാധാരണ ഓണാഘോഷങ്ങളൊക്കെ നമുക്ക് ഫ്ലാറ്റിൻ്റെ താഴെയൊക്കെ പിടിച്ചു വലിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വടംവലി പരിപാടികളൊന്നുമല്ല. അത് ആ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റുന്നത്തോളം അതിനുള്ള എഫേർട്ടുകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെന്നുള്ളൂ. അതുപോലെ ഒരു ആക്ടിങ് പാറ്റേണിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ പറ്റി വളരെ വ്യക്തമായ ധാരണകളും കണക്കൂട്ടലുകളെല്ലാം മാറ്റിനുണ്ടായിരുന്നു. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്ത് വേണ്ട എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ മാറ്റിനുള്ളതുകൊണ്ട് പ്രവീൺ മൈക്കിൾ എന്ന കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കഥാപാത്രങ്ങളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ മാറി നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിഫിക്കൽട്ടായിരുന്നു ചോദിച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും നല്ലൊരു ഡയറക്ടറും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആവാറുണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്കല്ല ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അറിയാവുന്ന അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തത് ഫസ്റ്റ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഷാഹിക്കയായിട്ടാണ്. അപ്പോൾ ഷാഹിക്ക ഒരു പോലീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ഒക്കെ ആയപ്പം ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മളെ അത് ബാധിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ നല്ലൊരു പെർഫോമൻസ് ലൈക്ക് കോ ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ആ രീതിയിലും വർക്കാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രശ്നമില്ലായിരുന്നു, ഓക്കെ സ്മൂത്തായിട്ട് പോയി എന്നാണ് എൻ്റെ വിചാരം. എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു സുന്ദരനൊക്കെ കണ്ടിട്ട് ഞാൻ ചാക്കോച്ചനൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. ചാക്കോച്ചനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ല ഞാൻ പറയട്ടെ, ചാക്കോച്ചനെ ഞാൻ ആദ്യം നമ്മുടെ സൗഹൃദ സംഭാഷണം പോലെ കണ്ടത്. ചാക്കോച്ചനെ ഞാൻ ആദ്യം കാണുന്നത് ചാക്കോച്ചൻ്റെ ഒരു ഹോണ്ട സിറ്റിയുടെ ബ്ലൂ കളർ വണ്ടി ഉണ്ടായിരുന്നു, 277 അല്ലേ വണ്ടി നമ്പർ. അപ്പോൾ ഈ വണ്ടി MG റോഡിൽ കൂടെ പോകുമ്പോൾ ഞാനൊരു ഓട്ടോയിൽ വേർത്ത് കുളിച്ച് ഓടി കയറി പോകുമ്പോഴാണ് ചാക്കോച്ചൻ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര. അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടിങ്ങനെ നോക്കി നിന്നിട്ട് ചാക്കോച്ചൻ്റെ ആ സിനിമയിൽ ഇറങ്ങിയ പടത്തിലെ ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചിട്ട് പറഞ്ഞു നന്നായെന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ കൂട്ടുകി ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഇട്ടതാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട ഒരു ഇൻസിഡന്റ്. അപ്പൊ എനിക്ക് അല്ലേ നമ്മൾ സുന്ദരന്മാരെ കണ്ട സുന്ദരന്മാരാന്ന് പറയണം. ഞാൻ ചാക്കോച്ചൻ ശരി സുന്ദരൻ അല്ല, ഞാൻ ഇപ്പോഴും ഞാൻ അന്ന് നമ്മള് പ്രേമിക്കുന്ന സമയത്തൊക്കെ പാട്ട് കൊടുക്കണത് ഒരു രാജമല്ല, അത് റെക്കോർഡ് ചെയ്തൊക്കെ കൊടുക്കും മറ്റേ 90s സോണിയുടെ കാസറ്റിൽ. അതൊക്കെ നമ്മൾ ചെയ്തിട്ടൊക്കെ ഇനി പറ ഇനി എന്താണ് ഒന്നുമില്ല, വേറെ എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ April 8 എല്ലാവരും സിനിമ കാണാനായിട്ട് മാക്സിമം മീഡിയയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ
ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഒരുമിച്ച് കാണാനായിട്ട് സാധിച്ചിട്ട് ഇനിയും നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട് വീണ്ടും ഒരുമിച്ച് മാസ്കുകളില്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു.